ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ഇടുക്കി മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുപോത്തിറങ്ങി. മൂന്നാർ നല്ലതണ്ണി റോഡിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം മൂന്നാർ ടൗണിലും കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. ജീവൻ വേണമെങ്കിൽ സിജോ വർഗീസ് വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്നും. സിജോ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? മറ്റു വിവരങ്ങൾ. അജി, ഇന്ന് വൈകിട്ടാണ് മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് എത്തിയത്. ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ടൗണിലൂടെയെല്ലാം ചുറ്റിക്കറങ്ങിയാണ് വീണ്ടും തേയിലത്തോട്ടത്തിലേക്ക് കയറിപ്പോയത്. മൂന്നാർ നല്ലതണ്ണി റോഡിലാണ് കാട്ടുപോത്തെത്തിയത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഈ മൂന്നാർ ടൗണിൽ കാട്ടുപോത്തെത്തിയത് വളരെ ആശങ്ക ഉളവാക്കിയിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ മൂന്നാർ പോലുള്ള ഒരു സ്ഥലത്ത് ടൗണിൽ കാട്ടുപോത്തെത്തുന്നത് പ്രദേശവാസികളെ വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ജനവാസ മേഖലയാണ്. ഒപ്പം തന്നെ വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ അനുദിനം വന്നു പോകുന്ന ഒരിടം കൂടിയാണ്. ഇത്തരം സ്ഥലത്ത് കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗങ്ങൾ പതിവായി എത്തുന്നത് പ്രദേശവാസികളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. വനംവകുപ്പും മറ്റ് രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നൊരു ആവശ്യവും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ശരി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും.